അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ എളിയവൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട വിശ്വാസികളുണ്ടെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിൻ്റെ തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൗഫീഖ് കൊണ്ടും അപാരമായ അനുഗ്രഹം കൊണ്ടും പരിശുദ്ധമായ റജബും ഷഅബാൻ, റജബ് നമ്മോട് ഇവിടെ പറഞ്ഞു, ഷഅബാൻ്റെ ഇനി ദിവസങ്ങൾ മാത്രം. പരിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ ആ ഒരു ദിവസങ്ങളിലേക്ക് നാം കാലത്ത് വെക്കാൻ പോകുന്ന ഈ സുന്ദരമായ വളരെ പവിത്രത ഉള്ള ഒരു ദിവസത്തിലാണ്, അല്ലെങ്കിൽ സമയത്താണ് നമ്മളെല്ലാവരും നിർമ്മിച്ചിട്ടുള്ളത്. ഇനി കുറഞ്ഞ ദിവസങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. പരിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മുടെ കയ്യിലേക്ക് സമാഗതമായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് അവർക്ക് കൊടുക്കാത്ത പല ഓഫറുകളും, അല്ലെങ്കിൽ ആ ഉമ്മത്തിന് കൊടുക്കാത്ത പല ഓഫറുകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്, അതായത് നമ്മൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ ഷരീഫ് അതാണ് നമുക്ക് വിളിച്ചോതുന്നത്. മറ്റുള്ള സമുദായത്തിൽ നിന്ന് നൽകാത്ത പല ഓഫറുകളും പല ആനുകൂല്യങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദിയ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. അൽഹംദുലില്ലാഹ് അൽഫ മർറ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വർഷങ്ങളെയും മാസങ്ങളെയും ആഴ്ചകളെയും മണിക്കൂറുകളെയും സെക്കൻഡുകളെയും നിമിഷങ്ങളെയും അല്ലാഹു തആല പടച്ചു. മനുഷ്യരെയും അതുപോലെ തന്നെ മറ്റുള്ള ജന്തു ജീവജാലങ്ങളെയും അല്ലാഹു തആല പടച്ചു. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആ ഒരവസ്ഥ, ആ ഒരു അവസരം അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധമായ റമദാൻ ഷരീഫ് മറ്റുള്ള ആളുകൾക്ക് നൽകാത്ത എന്താണ് പരിശുദ്ധമായ റമദാൻ ഷരീഫ് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയതെന്ന് നാം മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞുപോയ ഉമ്മത്തിങ്ങൾക്കൊക്കെ, സമുദായത്തിനൊക്കെ അല്ലാഹു തആല കുറേ ആയുസ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ, ആ സമുദായത്തിനൊക്കെ ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ സമുദായത്തിന് അല്ലാഹു തആല ഇഷ്ടംപോലെ ആയുസ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിയ ഉമ്മത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ആയുസ് വളരെ 60-ൻ്റെയും 70-ൻ്റെയും അല്ലെങ്കിൽ 100-ൻ്റെ താഴെ, ഏറ്റവും വിരളമാണ് 100-120-അപ്പുറം പോകുക എന്നത്. അപ്പോൾ ഈ കുറഞ്ഞ ആയുസ്സിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓഫറുകൾ 1000 മാസങ്ങളെക്കാളും ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന മാസം, അത് അല്ലാഹു തആല നമുക്ക് നൽകി. അത് പരിശുദ്ധമായ റമദാൻ ഷരീഫാണ്. ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫിലാണ് ലൈലത്തുൽ ഖദ്ർ നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒന്നും കൂടി സജീവമാകുന്നത്. ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫിലാണ് മഗ്ഫിറത്തിൻ്റെ 10 നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫിലാണ് ഇത്ഖും മിനന്നാറിൻ്റെ 10 നിലകൊള്ളുന്നത്. റഹ്മത്തിൻ്റെ 10 നിലകൊള്ളുന്നത് ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫിലാണല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമദാൻ ഷരീഫിലാണല്ലോ റഹ്മത്തിൻ്റെ 10, അതുപോലെ തന്നെ മഗ്ഫിറത്തിൻ്റെ 10, അതുപോലെ തന്നെ ഇത്ഖും മിനന്നാറിൻ്റെ 10 നിലകൊള്ളുന്നത്. സഹോദരന്മാരെ, വിശ്വാസികൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മുടെ സമാഗതമാകുമ്പോൾ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ നാം അള്ളാഹുവിൻ്റെ ഇബാദത്തിലൂടെ നാം മുന്നേറാൻ ശ്രമിക്കണം. കാരണം സമയമങ്ങൾ കഴിഞ്ഞു പോയാൽ, നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച സമയമങ്ങൾ കഴിഞ്ഞു പോയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ,
ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആല പിന്തിപ്പിക്കുകയില്ല. ഈ ദുനിയാവങ്ങ് നശിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹു കൊടുക്കുകയില്ല. പ്രവാചകന്മാർക്കല്ലാതെ, അതായത് പ്രവാചകന്മാർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അവസരം അള്ളാഹു തആല കൊടുക്കുന്നുണ്ട്. അതല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ ആ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ റഹ്മത്തിന്റെ 10 നിലകൊള്ളുന്ന പരിശുദ്ധമായ മാസം, ആ മാസത്തിന്റെ പരിശുദ്ധമായ റഹ്മത്തിന്റെ ആദ്യത്തെ 10 നമ്മുടെ കയ്യിലേക്ക് സമാഗതമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ ദിവസത്തിൽ ആ റഹ്മത്തിന്റെ 10 നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാനും വരവേൽക്കാനും, ആ റഹ്മത്തിന്റെ 10 ഓരോ സെക്കൻഡും നാം അതിനെ വില കൊടുത്ത് അല്ലെങ്കിൽ വില കൽപ്പിച്ചതിന് ആ വിലയോടുകൂടി നമ്മൾ അതിനെ സജീവമായിക്കൊണ്ട് ഇബാദത്തിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നോ ആ സാഹചര്യം നാം കണ്ടെത്താനും ശ്രമിക്കണം. ആദ്യത്തെ 10 പരിശുദ്ധ റമദാൻ ശരീഫിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സദാ സമയം അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കണം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ എനിക്ക് നീ റഹ്മത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ റഹ്മത്ത് നൽകുന്നവനാണ്. പടച്ചോനെ നീ നമുക്ക് റഹ്മത്ത് നൽകണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് ആദ്യത്തെ 10 എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നമ്മൾ റഹ്മത്ത് ചോദിക്കണം. പ്രത്യേകമായിട്ട് ഈ റഹ്മത്തിന്റെ 10 നമ്മുടെ കയ്യിലേക്ക് ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആ 10 നമ്മുടെ അടുക്കൽ സമാഗതമാകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും കൂടെ റഹ്മത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. സ്വർഗ്ഗത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലേ, ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ 30 ദിനരാത്രങ്ങളിലും നമ്മൾ ദുആ ചെയ്യേണ്ടത് അതിൽ ഒന്നെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലേ, അല്ലാഹുവിനോട് നാം ചോദിക്കുന്നു അസ്അലുകൽ ജന്നത, അല്ലാഹുവേ നിന്നോട് നാം സ്വർഗ്ഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനൻ നാർ, നരകത്തെ തൊട്ട് അല്ലാഹുവേ നീ നമ്മെ കാക്കണേ തമ്പുരാനെ കാവലിനെ ചോദിക്കുന്നു. അല്ലേ, ഇത് ഉടനീളം നമ്മൾ ദുആ ചെയ്യണം. അതിനോടുകൂടി തന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ ചോദിക്കുകയും ചെയ്യണം. ആരംഭപ്പുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളെപ്പോലും പറഞ്ഞെന്താ? ഞാൻ തന്നെ കഴിച്ചിലാണെങ്കിൽ സ്വഹാബ് ചോദിച്ചില്ല, നബിയെ നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നിങ്ങളും കഴിച്ചിലാവൂലേ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ രക്ഷപ്പെടുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയിട്ടല്ലാതെ എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഹ്മത്ത് വലിയൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാൻ ശരീഫിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആയിരിക്കെ അള്ളാഹുവിനോട് നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കണം. ഒരു സെക്കൻഡ് പോലും ഒരു സമയം പോലും നാം എന്താകരുത്, പിന്തിപ്പിക്കരുത്. വമൻ നഖസ ഔഖാതിഹി കുല്ല ഔഖാതിഹി നഖസ്. ഒരു സെക്കൻഡ് എങ്ങാനും ഒരു മനുഷ്യൻ അകാരണമായിക്കൊണ്ട് പിന്തിപ്പിച്ചാൽ അല്ലേ, കുല്ല ഔഖാതിഹി നഖസ് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അവന്റെ മുഴുവൻ സമയം നഷ്ടത്തിലാണ്. അല്ലേ, അവന്റെ ഈ യുവത്വമായ ഈ സാഹചര്യത്തിൽ, ഈ അവന്റെ എല്ലാറ്റിനും കഴിയുന്ന ഈ യുവത്വത്തിൽ എനിക്കൊരു യുവാക്കളോ യുവതികളോ പറയാനുള്ളത്, അള്ളാഹുവിനോട് നമ്മൾ എല്ലാ രീതിയിലും ഇബാദത്തിന്റെ വിഷയത്തിൽ ഒന്നും കൂടി മുന്നോട്ട് വരണം. കാരണം ഒരു കവി പഴയതുപോലെ അലാലൈത ശബാബ യഊദു യൗമ ഔ ഖബറഹു ബിമാ ഫഅൽ മശീബു. അല്ലേ, നരബാധിച്ച് വൃദ്ധനായിക്കൊണ്ട് ഒരു വൃദ്ധൻ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു പോകാണ് എന്ത്? അലാലൈത ശബാബ യഊദു യൗമ, ഓ എൻ്റെ യുവത്വമേ നീ എങ്ങാനും തിരിച്ചു വരികയാണെങ്കിൽ ഈ നര എനിക്ക് വരുത്തി വെച്ചായിരിക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രയാസം എനിക്ക് നിന്നോട് പറയാമായിരുന്നു. അല്ലേ, അതായത് നര ബാധിച്ചതിന് ശേഷം പിന്നെ യുവത്വത്തിന്റെ ആ കാലയളവിൽ നമുക്ക് ആ സമയം ആ അവസരങ്ങൾ വിചാരിച്ചിട്ട് സംഭവം എന്താ പറയുക ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയം കഴിഞ്ഞു പോകും. അതാ പറഞ്ഞ കവി പറയാം അലാലിത്ത് ഷബാബ് യഊദു യൗമ, എൻ്റെ യുവത്വം അങ്ങാൻ തിരിച്ചു വരികയാണെങ്കിൽ
ഈ നര എനിക്ക് വരുത്തി വെച്ചായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ യുവത്വത്തിന് പറയാമായിരുന്നു. പക്ഷേ പറയാൻ കഴിയോ? യുവത്വം തിരിച്ചു വരുമോ? അതുകൊണ്ട് സഹോദരിമാര് പ്രായമുള്ള ആളുകളാണ് സജീവമായിട്ട് ഇബാദത്തിന് വിഷയത്തിലേക്ക് ഒന്നുകൂടി മുന്നോട്ട് വരുന്നത്. പക്ഷേ എത്രയോ സഹോദരന്മാരുടെ അകാരണമായിക്കൊണ്ട് പരിശുദ്ധ റമദാൻ ഷരീഫിന്റെ നോമ്പിനെ പോലും ഒഴിവാക്കിയിട്ട് നിസ്കാരമൊക്കെ കറക്റ്റ് ഉണ്ടാവും, പക്ഷേ പരിശുദ്ധ റമദാൻ ഷരീഫിൽ നോമ്പ് നോക്കാതെ എത്ര ആളുകളാണ്. നിസ്കാരം പോലെ തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ആരോഗ്യമുള്ള ഏതൊരു മനുഷ്യനും, ആക്കലും ബാലകമായ ഏതൊരു മനുഷ്യനും നിർബന്ധമായ ഒരു അമലാണ് നോമ്പ്. സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് മേൽ നോമ്പിനെ ഫറളാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ സമുദായത്തിന് അല്ലാഹു തആല നോമ്പിനെ ഫറളാക്കിയതുപോലെ നിങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിനെ ഫറളാക്കപ്പെട്ടു. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാൻ വേണ്ടി. പരിശുദ്ധ റമദാൻ ഷരീഫ് നോമ്പ് കൊണ്ട് നാം ഉദ്ദേശിക്കേണ്ടത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വിചാരങ്ങളൊക്കെല്ലാം വെടിഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ സദാ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇബാദത്തിൽ മുഴുകി നിൽക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി. ഏത് അമലിനും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക, കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ റമദാൻ ഷരീഫിൽ ഒരു സുന്നത്ത് ചെയ്ത, ഒരു ഫർദ് ചെയ്തതിന് കൂലി അല്ലേ? അങ്ങനെ പല അമലുകൾക്കും അതിൻ്റെ ഇരട്ടി കൂലിയാണ്. പക്ഷേ അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ കൂലി ഞാൻ നിശ്ചയിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അത് അല്ലാഹു അവൻ്റെ അടിമയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അത് അവനുക്കും അവൻ്റെ അടിമയ്ക്കും മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അത്രയും സീക്രട്ട് ആയിക്കൊണ്ട് അത്രയും ബഹുമാനത്തോടു കൂടി കരുതേണ്ട ഒരു അമലാണ് പരിശുദ്ധമായ നോമ്പ്. അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി, പരിശുദ്ധമായ റമദാൻ ഷരീഫിലെ നോമ്പ് അല്ലേ, അത് എനിക്കുള്ളതാണ്, അതിൻ്റെ കൂലി ഞാൻ നിശ്ചയിക്കുന്നു പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും കൂലി അല്ലാഹു തആല നിശ്ചയിക്കുന്നു. പക്ഷേ അത് അല്ലാഹു തആല ഒന്നും കൂടിയും രഹസ്യമാക്കി. കാരണം എന്താ? അത് അത്രയും ബഹുമാനത്തോടു കൂടി ചെയ്യേണ്ട ഒരു അമലാണ് പരിശുദ്ധമായ നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നമ്മൾ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസിൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. അൽ ഖൗഫു മിനൽ ജലീൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ അചഞ്ചലമായ ഭയം, പേടി. വൽ അമലു ബിത്തൻസിൽ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് കൊണ്ട് അമൽ ചെയ്യുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് നാം തൃപ്തിപ്പെടുകയും ചെയ്യുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും ഉണ്ടാക്കാൻ ദുനിയാവിനെ നമ്മൾ ഉണ്ടാക്കിയേക്കാം. എങ്കിൽ നമുക്ക് മരണപ്പെട്ട് വർസിഖയ ലോകത്തും മഹ്ശറിലൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കി വെക്കണം. അതാണ് അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസിൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ അല്ലേ? അപ്പോൾ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായ റമദാൻ ഷരീഫ് കൊണ്ട് നാം ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിപൂർണമായ തൃപ്തിയും അള്ളാഹുവിൻ്റെ റളിയുമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഈ റഹ്മത്തിൻ്റെ ഭക്തി നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നീ ദിക്റുകൾ, എന്നീ ദുആ നമ്മൾ സദാസമയം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ റളിയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പൂർണ്ണമായ അവൻ്റെ അടിമകളിൽ, അവൻ്റെ എല്ലാ രീതിയിലും പൂർണ്ണമായ രീതിയിൽ അവൻ അനുസരിക്കുന്ന അടിമകളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.